വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമുക്ക് അമൃതം പൊടി ഹൽവ ഉണ്ടാക്കാം. അമൃതം പൊടി കൂടാതെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. മിനിറ്റുകൾ കൊണ്ടുണ്ടാക്കാം ഈ സൂപ്പർ ടേസ്റ്റി ഹൽവ. എപ്പോഴും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസ് പോസ്റ്റ് ചെയ്യുന്ന ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ 2 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പുറത്ത് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. 2 കപ്പ് അമൃതം പൊടിക്ക് നമുക്ക് ഒരു 100 ഗ്രാം ശർക്കര മതിയാവും. അമൃതം പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിത് 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്തു. ഇങ്ങനെ വറുക്കാതെയും നമുക്ക് ഹൽവ ഉണ്ടാക്കാം, പക്ഷേ വറുത്തെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. ഫ്ലെയിം ഓഫാക്കി ഈ അമൃതം പൊടിയുടെ ചൂടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കി വെക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കാൻ വെച്ചിരുന്നല്ലോ, 100 ഗ്രാം ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി വെക്കണം. ഉരുക്കി അരിച്ച് എടുത്തു വെച്ചതാണ് ഈ ശർക്കരപ്പാനി. ഇതൊരു 1.5 ഗ്ലാസോളം വരും. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ലൂസായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കാം. ഇത് മതിയാവില്ല, ചിലപ്പോൾ വെള്ളം ഇനിയും ചേർക്കേണ്ടതായിട്ട് വരും. ഹൽവ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് കുറുക്കിയെടുക്കാൻ തുടങ്ങാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അതുകൊണ്ട് 1 ഗ്ലാസ് ചുടുവെള്ളം നമ്മൾ അടുത്ത് തന്നെ വെക്കണം, ചിലപ്പോൾ ആവശ്യം വരും. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയാണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇത് ലാസ്റ്റ് ചേർത്താലും മതി, പക്ഷേ ഞാൻ തുടക്കത്തിൽ തന്നെ ചേർത്തുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഇതാ ഒരല്പസമയം ഒന്ന് ഇളക്കിയപ്പോഴേക്കും ഇതിങ്ങനെ കുറുകി വരാൻ തുടങ്ങി. ഈ അമൃതം പൊടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇത് കുറുകി വരാൻ തുടങ്ങി. അത് കാരണം 1 ഗ്ലാസ് ചുടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 1 ഗ്ലാസ് ചുടുവെള്ളമാണ്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി കുറുക്കിയെടുക്കാം. ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 1 ഗ്ലാസ് വെള്ളം നമ്മൾ അടുത്ത് തന്നെ വെക്കണമെന്ന്. ഇവിടെ ഇപ്പോൾ വെള്ളം ചേർത്തതിന് പകരം തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ മിനിറ്റുകൾ കൊണ്ട് ഹൽവ പാത്രം കാലിയാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അമൃതം പൊടി കൂടാതെ ശർക്കരയും ഒരല്പം നെയ്യും മാത്രം മതി നമുക്ക് ഈ ടേസ്റ്റി ഹൽവ തയ്യാറാക്കാനായിട്ട്. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പ് ചേർക്കണം. പിന്നെ ഫ്ലേവറിന് വേണ്ടി ഒരല്പം ഏലക്കായ്പ്പൊടിയും ചേർക്കണം. അത്രയും മാത്രം മതി. അപ്പോൾ അമൃതം പൊടി കയ്യിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഈസി ടേസ്റ്റി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ആകെ 3 ടീസ്പൂൺ നെയ്യാണ് ഈ ഹൽവയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഇതാ 2ാമത്തെ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഈ നെയ്യും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൻ്റെ അളവ് കുറക്കാം. ഇത്രയൊന്നും നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഹൽവക്കൂട്ട് നന്നായിട്ട് കുറുകി പാനിൽ നിന്ന് വെട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് 3ാമത്തെ ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വരട്ടിയെടുക്കാം. ഈ ഹൽവ വളരെ ഈസിയാണെന്ന് പറയാൻ കാരണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി സെറ്റായി കിട്ടുന്നുള്ളതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നിലക്കടല ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ പിന്നെ ബദാമോ വേറെ എന്തെങ്കിലും നട്ട്സോ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 1 മുറി തേങ്ങയും അമൃതം പൊടിയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവത്തിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടവരൊക്കെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമൃതം പൊടി വെച്ചിട്ട് ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഇനിയും പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഹൽവയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇതാ നന്നായിട്ട് വരണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹൽവ. 10 മിനിറ്റ് പോലും വേണ്ട ഇതിങ്ങനെ വരട്ടിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് നെയ്യ് പുരട്ടിയ പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സ്റ്റീൽ പ്ലേറ്റ് ഞാൻ നേരത്തെ തന്നെ നെയ്യ് പുരട്ടി റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ നെയ്യ് പുരട്ടിയ സ്പൂണ് കൊണ്ട് മുകൾ ഭാഗം നല്ല ലെവലാക്കി കൊടുക്കണം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലും കുറച്ച് നിലക്കടല വറുത്തതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കത്തി കൊണ്ട് വരഞ്ഞ് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഹൽവ തണുത്ത ശേഷം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും.
വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഹൽവയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ.